നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെതിരെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അപ്പു ജോൺ ജോസഫിനെ പരിഗണിക്കുന്നു. MJ ജേക്കബും M മോനിച്ചനും നോബിൾ ജോസഫും പരിഗണനയിലുണ്ട്. UDF-ൽ നിന്ന് ആര് മത്സരിച്ചാലും ഇടുക്കിയിൽ LDF സ്ഥാനാർത്ഥി തന്നെ വിജയിക്കുമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതികരണം. ആര് എതിർ സ്ഥാനാർത്ഥിയായി വന്നാലും ശ്രീ റോഷി അഗസ്റ്റിൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വിജയിക്കുവാൻ കഴിയും. അദ്ദേഹത്തോടൊപ്പം ജനം നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള സംശയത്തിനും ഇടയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. PJ ജോസഫിനെതിരെ ഏറ്റവും വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കണ്ടുപിടിക്കും. ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, അത് മുന്നണിയും പാർട്ടിയും ഒക്കെ തീരുമാനിച്ചതിന് ശേഷമാണ് നമ്മളൊരു സ്ഥാനാർത്ഥിയിലേക്ക് വരേണ്ടത്. ഏറ്റവും വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കണ്ടുപിടിക്കും. തൊടുപുഴയിലും വിജയിക്കുക എന്നുള്ളതാണ്. തൊടുപുഴയിൽ കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ട സീറ്റ് തൊടുപുഴയാണ്. തൊടുപുഴയിലും വിജയിക്കുക എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം, മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ലക്ഷ്യം. രാഹുൽ വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ഈ ഇടുക്കിയിൽ സ്ഥാനാർത്ഥികൾ ആരായിരിക്കും എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഒറ്റ പേരിലേക്കോ തീർപ്പിലേക്കോ ഒക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ചർച്ചകൾ പുരോഗമിക്കുകയാണോ? റോഷി അഗസ്റ്റിനെതിരെ ജോസഫ് വിഭാഗം അപ്പു ജോൺ ജോസഫിനെ പരിഗണിക്കുന്നുണ്ടെന്ന വിവരം വരുന്നു. MJ ജേക്കബ്, M മോനിച്ചൻ, നോബിൾ ജോസഫ് ഇവരൊക്കെ പരിഗണനാ പട്ടികയിലുള്ള പേരുകളാണ്. ഇക്കാര്യത്തിൽ എന്തായിരിക്കും മാനദണ്ഡം? ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ആയിട്ടുണ്ടോ? GK റോഷി അഗസ്റ്റിനെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് നിർത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അബു ജോൺ ജോസഫ് ഇടുക്കിയിലേക്ക് മത്സരിക്കാൻ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ ഈ ഘട്ടത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പ്രൊഫസർ MJ ജേക്കബ് ഉൾപ്പെടെ ഈ പരിഗണനാ പട്ടികയിലുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യവും. MJ ജേക്കബ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ റോഷി അഗസ്റ്റിനെതിരെ അബു ജോൺ ജോസഫ് എത്തിക്കഴിഞ്ഞാൽ മത്സരം കൂടുതൽ കണക്കും അതുപോലെ തന്നെ വിജയസാധ്യത ഉണ്ടാകും എന്നുള്ളതാണ് കേരള കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. നേരത്തെ കേരള കോൺഗ്രസ് ജോസഫിന്റെ കയ്യിലിരിക്കുന്ന ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം ചില നേതാക്കൾ കോൺഗ്രസിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ അത്തരം വിവാദങ്ങൾ ഇനി പാടില്ല എന്ന ഒരു തീരുമാനം UDF-ൽ ധാരണയായി വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാകുന്നുണ്ട്. അതായത് കേരള കോൺഗ്രസ് ജോസഫ് തന്നെ UDF-ൽ ഇടുക്കിയിൽ മത്സരിക്കും എന്നുള്ളതാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശക്തനായ ഒരു സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിനെതിരെ വരണം എന്നുള്ളത് പറയുന്നത്. എന്തായാലും UDF-ൽ ആര് മത്സരിച്ചാലും LDF സ്ഥാനാർത്ഥിയായി റോഷി അഗസ്റ്റിൻ മത്സരിക്കുകയാണ് എങ്കിൽ വിജയം ഉറപ്പ് എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയും അതുപോലെ തന്നെ കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. ശരി, രാഹുൽ വിജയൻ ആണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.